Hi guys, and welcome to Alamaaraa. ഇന്ന് അലമാരയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ജൂൺ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത എക്സാമിനേഷൻ ഫോം ഫില്ലിംഗിൽ ഏകദേശം 25-ലധികം എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ഓൾറെഡി അലമാര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. നിലവിൽ നമുക്ക് ആദ്യം തന്നെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 2022 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റ് റിലീസ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഡേറ്റ് ഷീറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അലമാരയിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നോടെയും എഡ്യൂക്കേഷനെയും വിദേശ പഠനത്തിനെയും സംബന്ധമായ എല്ലാ വിവരങ്ങളും ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഗ്നോ സംബന്ധമായ എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റ്ലി കോളേഴ്സ് വിളിക്കേണ്ടത് എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്, ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നത്. ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗിൽ തുടങ്ങാം. അതിൻ്റെ തുടക്കം നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. അവിടെ രജിസ്റ്റർ ഓൺലൈനിൽ ടേം ആൻഡ് എക്സാമിനേഷൻ പോർട്ടലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആദ്യത്തെ കാര്യം ഇവിടെ നിന്നാണ് നമ്മൾ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഒന്നാമത്തെ കാര്യം അത് വായിച്ചതിന് ശേഷം മാത്രം എക്സാമിനേഷൻ ഫോമിലേക്ക് പോവുക. നിലവിൽ ജൂൺ 1 മുതൽ ജൂൺ 25 വരെ 200 രൂപ പെർ കോഴ്സിന് ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വ്യക്തമായിട്ട് പറയാം. അതോടൊപ്പം തന്നെ 26 ജൂൺ മുതൽ 30 ജൂൺ വരെ നമുക്ക് 1100 രൂപ ലേറ്റ് ഫൈനോട് കൂടി നിങ്ങൾക്ക് എക്സാമിനേഷന് ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് 1100 രൂപ അഡീഷണൽ അടയ്ക്കേണ്ടി വരും നിങ്ങൾ പെർ കോഴ്സ് 200 രൂപ ചെയ്യുന്നതിനോടൊപ്പം തന്നെ. അപ്പോൾ അത് ഒഴിവാക്കുക. മാക്സിമം ജൂൺ 25 തന്നെ എക്സാമിനേഷൻ ഫോമുകൾ ഫില്ല് ചെയ്യുക. അതിന് താഴെ പ്രീ റിക്വസ്റ്റ് ഫോർ സബ്മിഷൻ ഓഫ് എക്സാമിനേഷൻ ഫോം അത് വ്യക്തമായിട്ട് അനുസരിക്കുക. അത് വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ മാത്രമായിരിക്കണം എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ഫോർ ദ കോഴ്സ് ഈസ് വാലിഡ് ആൻഡ് നോട്ട് ടൈം വാലിഡ്. അതായത് മിനിമം നിങ്ങൾ ജൂൺ 2022 എക്സാമിനേഷൻ എഴുതണമെങ്കിൽ ആ എക്സാം ടൈം വരെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഈ വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. റിക്വയർഡ് നമ്പർ ഓഫ് അസൈൻമെൻറ്റ്സ് സബ്മിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഡ്യൂ ഡേറ്റിനുള്ളിൽ. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും എക്സാം എഴുതാൻ സാധിക്കുന്നത്. അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യാതെ ഒരു കാരണവശാലും എക്സാം എഴുതാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് ഇൻവാലിഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ മിനിമം ടൈം ഡ്യൂറേഷൻ കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം. അതായത് 2021 ബാച്ചിൽ 2021 ജൂലൈ ബാച്ചിൽ ഇയർ വൈസ് ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും എക്സാം എഴുതാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടാകുന്നത് ഇയർ വൈസ് വിദ്യാർത്ഥികൾക്ക്. അതോടൊപ്പം തന്നെ ജനുവരി 2022 ബാച്ചിൽ MBA, BCA, MCA, MCOM സ്റ്റുഡൻസ് തുടങ്ങി സെമസ്റ്റർ വൈസ് ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ഈ ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കും എക്സാം എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അതേ സമയത്ത് തന്നെ സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം, ഫിഫ്ത്ത് സെമ്മിലേക്കൊക്കെ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ജൂലൈ 22 മുതൽ സെപ്റ്റംബർ 5 വരെ ഏകദേശം 34 ദിവസം കൊണ്ട് നടക്കുന്ന ഈ എക്സാം നിങ്ങൾക്ക് എഴുതാനും അറ്റൻഡ് ചെയ്യാനും കൃത്യമായിട്ട് സാധിക്കത്തുള്ളൂ. ഇഗ്നോയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു കാര്യമാണ് വ്യത്യസ്ത ഇയറുകളിലെ എക്സാം വിദ്യാർത്ഥികൾ കൂട്ടിയിട്ട് എഴുതുന്ന സമയം. സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും കൂടെ ഒരുമിച്ച് എക്സാം എഴുതാൻ പോവുക. ഈ ഒരു സമയത്താണ് ഡേറ്റ് ക്ലാഷ് ഉണ്ടാകാൻ കൂടുതലും ചാൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഡേറ്റ് ക്ലാഷുകളെ യൂണിവേഴ്സിറ്റി ഡേറ്റ് ക്ലാഷ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് 1 മുതൽ ഗ്രൂപ്പ് 6 വരെയുള്ള കോഴ്സുകൾക്ക് ഈ ഒരേ ദിവസം നടക്കുന്ന എക്സാമുകളായിരിക്കും. ഈ എക്സാമുകൾക്ക് എന്തെങ്കിലും ഒരേ ദിവസത്തിലെ എക്സാമുകൾക്ക് എന്തെങ്കിലും ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിലും അതും ഒരു ഡേറ്റ് ക്ലാഷ് ആയിട്ട് കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് നോക്കിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയുന്നത്. 2022 ജൂലൈ സെക്ഷൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ 1 മുതൽ. അതോടൊപ്പം തന്നെ വളരെ മികച്ച റെസ്പോൺസ് ആണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അഡ്മിഷൻ തുടങ്ങി ആദ്യ 3 ദിവസം തന്നെ ഏകദേശം 25 അഡ്മിഷൻ ക്രോസ് ചെയ്തിരിക്കുകയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റേറ്റ് ആണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തവണയും വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 2022 സെക്ഷനിൽ 482 സക്സസ്ഫുൾ അഡ്മിഷൻ വിത്ത് 100% സക്സസ് റേറ്റ് ആയിരുന്നു നമ്മൾ ചെയ്തത്. അത്രയും സ്റ്റുഡൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്തും വളരെ മികച്ച റെസ്പോൺസ് ആണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇത്തവണ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ
സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ വാട്സാപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വളരെ മികച്ച ഒരു സർവീസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇൻഡെപ്ത് ആയിട്ട് കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചൊരു ഡൗട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. ബാക്ക്ലോഗുള്ള കോഴ്സുകൾ ഇൻ കേസ് നിങ്ങളൊരു എക്സാം എഴുതി ഫെയിലായി അതിന് വീണ്ടും നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ മറ്റൊരു കോഴ്സുമായിട്ട് ക്ലാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഡേറ്റ് ക്ലാഷ് ആയിട്ട് കണക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വ്യത്യസ്ത പ്രോഗ്രാമുകളിലെ എക്സാം ഒരേ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സപ്പോസ് ഡിഗ്രി ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെ വരുന്ന വ്യത്യസ്ത ഇയറുകളിലെ വ്യത്യസ്ത പ്രോഗ്രാമുകൾക്ക് ഒരേ ദിവസം എക്സാം വന്ന് ഡേറ്റ് ക്ലാഷ് ഉണ്ടായാലും അതും ഒരു കൺസിഡർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും കൃത്യമായിട്ട് വായിക്കും. എക്സെപ്ഷൻ കിട്ടിയ കാറ്റഗറി സ്റ്റുഡൻസിൻ്റെ ക്യാരി ഫോർവേഡ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ ഫോമിൽ തന്നെ റിഫ്ലക്റ്റ് ആകുന്നതായിരിക്കും. എക്സാംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യണം. കാരണം എക്സാംഷൻ കിട്ടിയതിന് ശേഷം തൊട്ട് അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത സെമ്മിലെ എക്സാം എഴുതി ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സമയത്തെ, അതായത് ആ എക്സാമുകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയുള്ള എക്സാമിനേഷൻ ഫോം ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ താഴെ വന്നതിന് ശേഷം ഡിക്ലറേഷൻ ടിക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാൻ സാധിക്കും. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ പ്രോഗ്രാം കോഡ് കൊടുത്തിട്ടുണ്ട്. ഏത് പ്രോഗ്രാം കോഡാണ് നിങ്ങൾ എഴുതുന്നത്, അതായത് MEG ആണോ, MBA ആണോ, BA ആണോ, BSc ആണോ, BCOM ആണോ, അപ്പോൾ ഏതാണോ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ പ്രോഗ്രാമുകളുടെയും സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, PG ഡിപ്ലോമ പ്രോഗ്രാമുകളുടെയും ഇവിടെ ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ കാര്യമാണ് ഇഗ്നോയിൽ എൻറോൾമെൻറ്റ് നമ്പർ ആയിട്ട് പറയുന്നത്. അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ റീജിയനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ റീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിയുടെ ജോലിയുടെ ഭാഗമായിട്ടോ മറ്റെന്തെങ്കിലും കാരണമായിട്ട് ആ വിദ്യാർത്ഥി ഇപ്പോൾ ഡൽഹിയിലാണെന്ന് വിചാരിക്കുക. ആ ഡൽഹിയിലും ആ വിദ്യാർത്ഥിക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അതിന് ഒരു തടസ്സവുമില്ല. അങ്ങനെ വരുമ്പോൾ ഏത് എക്സാമിനേഷൻ സെൻറ്റർ റീജിയൻ്റെ കീഴിലാണോ വരുന്നത് ആ ഒരു റീജിയൻ്റെ കീഴിലുള്ള സ്റ്റഡി സെൻറ്ററിലായിരിക്കും എക്സാം എഴുതാൻ സാധിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഡൽഹിയിലാണ് വിദ്യാർത്ഥി എക്സാം എഴുതുന്നത്, കേരളത്തിൽ എൻറോൾ ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ കീഴിൽ അത് കൃത്യമായി ഡൽഹിയിൽ സെലക്ട് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം അവിടെ ഒരു സ്റ്റഡി സെൻറ്റർ സെലക്ട് ചെയ്ത് ആ വിദ്യാർത്ഥി കൃത്യമായിട്ട് അവിടെ എക്സാം എഴുതാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഹൈദരാബാദ്, ഇംഫാൽ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എക്സാം എഴുതാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈ വിദ്യാർത്ഥി എന്തായാലും കൃത്യമായിട്ട് ജൂൺ എക്സാം എഴുതാൻ പോകുന്നത് കൊച്ചിൻ റീജിയണൽ സെൻറ്ററിന് കീഴിലുള്ള ഒരു സ്റ്റഡി സെൻറ്ററിലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൃത്യമായ എൻറോൾമെൻറ്റ് നമ്പറും നമ്മുടെ കോഴ്സ് കോഡും എല്ലാം കൊടുത്ത് നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ പ്രോഗ്രാം, എൻറോൾമെൻറ്റ് നമ്പർ, കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കാണിക്കാം. എല്ലാ സ്റ്റഡി സെൻറ്ററിനും എല്ലാ റീജിയണൽ സെൻറ്ററിനും ഒരു കോഡുണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ റീജിയണൽ സെൻറ്ററിന് കീഴിലുള്ള നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വരുന്നത്. ഇവിടെ ഈ വിദ്യാർത്ഥി എക്സാം എഴുതുന്നത് നിർമ്മല കോളേജാണ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജ് മൂവാറ്റുപുഴയിലെ ഇഗ്നോ സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡ് വരുന്നത് 14127 ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി സെൻറ്ററിലെ കോഡ് നമ്മൾ സെലക്ട് ചെയ്തു. അതിന് താഴെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, അതിന് താഴെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോയാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിയുമ്പോൾ കൃത്യമായിട്ട് വിദ്യാർത്ഥിയുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കൃത്യമായിട്ട് സെലക്ഷൻ ചെയ്യേണ്ടതെങ്കിൽ സെലക്ഷൻ ചെയ്യാം. പിൻ കോഡും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഡേറ്റ് ഓഫ് ബർത്ത് വേണം ഇവിടെയും ഉപയോഗിക്കാൻ വേണ്ടി. അതിനുശേഷം ജെൻഡർ, നിങ്ങളുടെ ഇമെയിൽ ID വാലിഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID വേണം കൊടുക്കാൻ. വീണ്ടും നമ്മുടെ എക്സാമിനേഷൻ ഫോമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സെഷനാണ് നിങ്ങളുടെ കോഴ്സ് സെലക്ഷൻ. ഈ കോഴ്സ് സെലക്ഷൻ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടാണ്. മുകളിൽ കണ്ടിരുന്ന കാര്യങ്ങളും വളരെ പ്രധാനമാണ്. എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. എക്സാമിനേഷനിൽ നിന്നും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം എക്സാമിനേഷൻ ഫോം ഫില്ലിങ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൽ എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും അലമാര അത് ചെയ്യുന്നുണ്ട്. എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൽ അലമാര വെറും 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് എന്ന് മാത്രം നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി. നമ്മുടെ ഒരു ടീം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ജനറൽ എൻക്വയറികൾ ഒന്നും തന്നെ ചെയ്യരുത്. കാരണം ജനറൽ എൻക്വയറികൾ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സെഷനിലേക്ക് വരില്ല. അത് ഈ വാട്സാപ്പ് നമ്പർ അഡ്മിഷൻ, രജിസ്ട്രേഷൻ, നിങ്ങൾ എക്സാമിനേഷൻ ഫോം ഫില്ലിങ് തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്തെങ്കിലും സംശയങ്ങൾ എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ കോൾ മീ ഫോർ ആപ്പിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണം. അല്ലാത്ത
പക്ഷം നമ്മുടെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തൊട്ട് താഴെ നമുക്ക് റെഡ് കളറിൻ്റെ ഒരു സെഷൻ കാണാം. റെഡ് കളറിൽ ചോദിച്ചിരിക്കുന്നത് ആർ അസൈൻമെൻറ്റ് സബ്മിറ്റഡ് ഓർ വിൽ ബി സബ്മിറ്റഡ് ബിഫോർ ദി ക്ലോസിംഗ് ഡേറ്റ്. അതായത് അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നത്. എക്സാം എഴുതാൻ വേണ്ടി തീർച്ചയായിട്ടും അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യണം. അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം. ഇല്ല എങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാം. അവിടെയും നിങ്ങൾ എസ് കൊടുത്തതിന് ശേഷം മുന്നോട്ട് പോകാം. താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുശേഷം സബ്മിറ്റ്. ഈ വിൻഡോയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം, നമ്മുടെ സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡ്, നമ്മുടെ നെയിം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, സിറ്റി, പിൻകോഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജെൻഡറും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ ടോട്ടൽ എക്സാമിനേഷൻ ഫീ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ അടയ്ക്കേണ്ട ഫീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൊമോഷൻ കിട്ടിയ വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ ഫീസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ക്യാരി ഫോർവേഡ് ആയ ഫീസ് ഇവിടെ അഡ്ജസ്റ്റ് ആയതിനു ശേഷം ഇവിടെ നിൽ പേയ്മെൻറ്റ് എന്നായിരിക്കും കാണിക്കുന്നത്. അതായത് 0 rupees ഒന്നും തന്നെ അടയ്ക്കേണ്ടി വരില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ആയിട്ടില്ല, നിങ്ങളുടെ ഇവിടെ മറ്റൊരു വിവരങ്ങളും കാണിക്കുന്നില്ല, ഇങ്ങനെ മാത്രമാണ്, അതായത് ടോട്ടൽ എക്സാമിനേഷൻ ഫീസ് എന്ന് മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് ഫീസ് അടയ്ക്കേണ്ടിയിരിക്കും. നിങ്ങളുടെ മോഷൻ്റെ ഫീസ് ക്യാരി ഫോർവേഡ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ പേ നൗ കൊടുത്തതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളപ്പോൾ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും എററുകളൊന്നും ഉണ്ടാകരുത്. അതിനുശേഷം കൃത്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ ലഭിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ എന്ന ഒരു മെസ്സേജും കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ എക്സാമിനേഷൻ ഫോമിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അതായത് ഏകദേശം 24 മണിക്കൂർ വരെ സമയം എടുത്തേക്കാം എക്സാമിനേഷൻ ഫോമിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നേരെ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോമിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത പോർട്ടലിൽ തന്നെ നമുക്ക് എക്സാമിനേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് നിങ്ങളുടെ എക്സാമിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം 72 മണിക്കൂർ വരെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് ആകാൻ ടൈം എടുക്കുന്നതായിരിക്കും. അതിനുശേഷം നോക്കിയാൽ മാത്രമായിരിക്കും കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അതിന് മുൻപ് തന്നെ കാണാൻ സാധിക്കും. കാണുന്നില്ല എങ്കിൽ ഏകദേശം 72 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. അപ്പം ഇത്രയുമാണ് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിനെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഡേറ്റ് ഷീറ്റാണ്. നമുക്ക് IGNOU ആദ്യം തന്നെ ഒരു ഡേറ്റ് ഷീറ്റ് റിലീസായിരുന്നു 25 മെയ് 2022. ആ ഡേറ്റ് ഷീറ്റിന് ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ് ഷീറ്റും വീണ്ടും റിലീസായിട്ടുണ്ട്. അത് 1 ജൂൺ 2022 ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ട പോലെ തന്നെ ഡേറ്റ് ക്ലാഷ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാണ് വീണ്ടും ഡേറ്റ് ഷീറ്റുകൾ റിലീസാകുന്നത്. ഇനി ഏകദേശം 1-2 ഡേറ്റ് ഷീറ്റുകളിൽ വന്നേക്കാം. അതിനുശേഷം ഒരു ഫൈനൽ ഡേറ്റ് ഷീറ്റും അതിനുശേഷം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കൃത്യമായ തീയതികളും ഉണ്ടാകുന്നതായിരിക്കും. ഈ റിവൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ് ഷീറ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടും. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അവിടെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ